ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 8.15 പോയിൻറ്റ്സിൻ്റെ നെഗറ്റീവ് ഓപ്പണിംഗ് ആണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഇന്ന് എക്സ്പയറി കഴിഞ്ഞ ഫസ്റ്റ് ഡേ ഇന്നലെയായിരുന്നു വീക്ക്ലി എക്സ്പയറി. അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസവും മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. ഇവിടെ 1 ഡേ എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ തിങ്കളാഴ്ച ആണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി അങ്ങനെ താഴേക്ക് വന്ന് ക്ലോസ് ചെയ്തു. ഇന്നലെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം താഴേക്ക് വന്നു, പിന്നെ മുകളിലേക്ക് റിക്കവർ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതാണ് ഡെയിലി ചാർട്ട്. അപ്പോൾ ഇന്ന് 23,200 മുകളിലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്ത ആ ഒരു റിക്കവറി വന്നു, പക്ഷെ നമ്മൾ ഈ ഒരു ഡൗൺഫോള് ബെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാം. അത് ഇവിടെ ബോർവെല്ല് കുഴിക്കുന്നതിൻ്റെ ആ ഒരു മെഷീൻ്റെ ശബ്ദമാണ്. അപ്പോൾ അത് ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. ചിലപ്പോൾ 2 ദിവസം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ശബ്ദം വീഡിയോയിൽ വരുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും വൺ മിനിറ്റാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ബാക്കിയുള്ളത്. എൻ്റെ ശബ്ദവും അതുപോലെ തന്നെ ചുമയൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസവും നമുക്ക് ലോസായിരുന്നു. ഇന്നലെ അറൗണ്ട് 6K ലോസും, പിന്നെ തിങ്കളാഴ്ച ഒരു 800 റുപ്പീസിൻ്റെ ലോസും ആണ് വന്നിട്ടുള്ളത്. പക്ഷേ 2 ദിവസവും നമ്മുടെ വ്യൂ വളരെ കൃത്യമായിട്ട് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് ലോസ് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനോ പറ്റിയില്ല. ആദ്യം ലോസിലേക്ക് പോയി, പിന്നെ അത് റിക്കവർ ചെയ്തു. അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ദിവസത്തെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. എന്തായാലും ഇന്ന് നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു ഫ്ലാറ്റ് ഓഫ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എൻട്രി കിട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 23,300 കോൾ ഓപ്ഷൻ അറൗണ്ട് 160 ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, $23,350 ആണെങ്കിൽ അറൗണ്ട് 160 തന്നെയാണ് ട്രേഡിങ്. 23,300 ബുക്ക് ഓപ്ഷൻ ആണെങ്കിൽ 180 ട്രേഡിങ്. ഓക്കെ, $200 put option around 140, $250 put option 160. ഇന്ന് ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണുന്നുണ്ട്, പക്ഷേ അത് എത്രത്തോളം കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും എൻട്രി കൺഫേം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എൻട്രി കൺഫേം ആയാൽ
ഈ സ്ട്രൈക്ക് പ്രൈസസ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ നോക്കാം. $23,400 ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. 450. ഓക്കെ, നല്ലൊരു മൊമെൻറ്റം വരുന്നുണ്ട്. 300 വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 300-350 ലെവൽ. ആ ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എൻട്രീസ് കിട്ടിയിട്ടില്ല. യെസ്, ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. 146.65 2 ലോട്ട്സ് 23,450 കോൾ ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു 350 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 410 ലെവലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ലെവൽ. എൻട്രി വന്നാൽ നമ്മൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് എത്ര ഹൈ ആണെങ്കിലും നമ്മൾ എടുക്കും, ധൈര്യമായിട്ട് എടുക്കുക. പക്ഷെ ഇതിന് റിസ്ക് ഭയങ്കര കൂടുതലാണ്. റിസ്ക് എന്ന് പറയുന്നത് ഹെവി റിസ്ക്കാണ് ഇത് ചെയ്യാൻ. ചില എൻട്രീസ് നമുക്ക് കിട്ടുന്നത് തന്നെ ഭയങ്കര ഹൈ ലെവലിലാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇതിനി ഹോൾഡ് ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നോക്കാം. ഇതിന് റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം 80 പോയിൻ്റോളം റിസ്ക് ഉണ്ട് ഫോർ ദിസ് എൻട്രി. 80 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20,000 രൂപയോളം, അല്ല 10-15,000 രൂപയോളം റിസ്ക് വരുന്നുണ്ട്. 10,000 രൂപ റിസ്ക് ഉണ്ട്. അതേസമയം ഇതിലൊരു റീ എൻട്രി എടുക്കുകയാണ്, ഇതിലൊരു ആവറേജിങ് ചെയ്യുകയാണെങ്കിൽ റിസ്ക് കൂടുതലാവും. അല്ലാതെ റിസ്ക് കുറയാനുള്ള ചാൻസസ് കാണുന്നില്ല. നമ്മളെടുക്കുന്നു, അത് ലോസിലേക്ക് വരുന്നു. ഇത്രയും കൃത്യമായുള്ളൊരു സിസ്റ്റമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോൾ അത് റിവേഴ്സായി. ഇനിയിപ്പോൾ നമുക്ക് റിസ്ക് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം എത്രത്തോളം വരുമോ, ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമോ എന്ന് നോക്കാം. ബ്രേക്ക് ചെയ്താൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാം. അത് മാത്രമേ ഇപ്പോൾ ചെയ്യാനുള്ളൂ. ഒരു 20 പോയിൻറ്റ്സ് എങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഒരു 170-ലേക്കെല്ലാം വരണം. എന്തായാലും ഇപ്പോൾ ഒരു ഫോൾ ആവുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി. നമ്മൾ എടുക്കുന്ന എൻട്രീസൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എൻട്രി
എൻട്രി എടുക്കുന്നു, അത് ലോസിലേക്ക് വരുന്നു. ഇപ്പോൾ ഹൈ വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ 149 ആണ്. അതൊന്നും ഇനി റീടെസ്റ്റ് ചെയ്യണമെങ്കിൽ വലിയ പാടായിരുന്നു. റിവേഴ്സ് ആയിക്കഴിഞ്ഞത് വളരെ പെട്ടെന്നാണ് റിവേഴ്സലാവുന്നത്. നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. അറ്റ്ലീസ്റ്റ് ഡേ ലോ വരെയെങ്കിലും ഇത് ഹോൾഡ് ചെയ്യണം. ഇത് പോയ പോലെ തന്നെ താഴേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകും. ഇനിയിപ്പം കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ലോസ് വെയർ ചെയ്യാം, എത്ര വരുന്നു ലോസ് എന്നുള്ളത് നമുക്ക് നോക്കാം. പോയതുപോലെ തന്നെ താഴേക്ക് വരുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച്. എന്തായാലും ബുക്ക് ചെയ്യണം. ഇത് കോസ്റ്റിൽ തന്നെയായിരിക്കും നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇൻ കേസ് ഇത് റീടെസ്റ്റ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വരണം. റീടെസ്റ്റ് എന്തായാലും വരണം. അതിനും എത്ര ഡീപ്പിലേക്കല്ല എത്ര പുൾ ബാക്ക് വരുമെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 10-30 പോയിട്ടൊക്കെ പുൾ ബാക്ക് സുഖമായിട്ട് തന്നെ വരാം. പക്ഷെ അത് വരുന്ന കൺഫർമേഷൻ കിട്ടുന്നത് വരെ ഇത് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. റിസ്ക് ഭയങ്കര കൂടുതലാണ്. റിസ്കി ട്രേഡ് ഓൾവേസ് ഓൺ ദ റിസ്കി സൈഡ്. നമുക്കൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പം ഒരു സപ്പോർട്ട് ഫോം ചെയ്യുന്നുണ്ട്. ചാർട്ടൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ നമുക്കിവിടെ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലാണ് ഫസ്റ്റ് 5 മിനിറ്റ്സിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അങ്ങനെ റെഡ് ക്യാൻഡിലായി ഫോൾ ആവാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഹൈ റീടെസ്റ്റ് ചെയ്താൽ മാത്രമേ അതിൽ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് വീഴുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഡേ ഹൈ വൺസ് റീടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അങ്ങനെ വീഴാൻ ചാൻസ് ഉണ്ട്. അത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് വന്നില്ല എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോഴും അത് ഡൗൺ ആവുന്നത് തന്നെയാണ് വ്യൂ ഈ ഒരു ഇത്. പക്ഷേ അതിന് മുമ്പ് ചിലപ്പോൾ ഒരു ഹയർ ഹൈ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 15-20 പോയിൻ്റ് കിട്ടും. അതിനുള്ള റിസ്ക് നമ്മളിപ്പോൾ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാം. എന്തായാലും ഇത്രയൊക്കെ റിസ്ക് നമുക്ക് വന്നു കഴിഞ്ഞു. യെസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. യെസ്, നോക്കാം. നമുക്ക് ധൈര്യമായിട്ട് തന്നെ കളിക്കുകയാണെങ്കിൽ മാത്രമേ പൈസ കിട്ടും. ഇപ്പോൾ അത് 143 ലോ വന്നത് 130 സംതിങ് വന്നു. 20ലേക്ക് വന്നു എന്നിട്ട് യെസ് 129 പോയിൻ്റ് സംതിങ് ആണ്. ഇപ്പോൾ നമുക്ക് ഇൻസൈഡ് ബാർ ഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രീവിയസ് 5 മിനിറ്റ്സിൽ. അപ്പോൾ ഹൈ റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു അഡീഷൻ കൂടി കൊടുക്കേണ്ടതുണ്ട്. അതിപ്പോൾ എവിടെ വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു മറ്റൊരു ചലഞ്ചാകും. ഇപ്പോൾ നമ്മളെ കൈ എങ്ങാനും ഒരു എൻട്രി എടുത്താൽ ലോക്ക് സൈസ് 260 ആവും. പിന്നെ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് 20+ പോകും. സംശയമില്ല. ഒരു അബദ്ധം മതി എന്തായാലും എടുക്കുക. ആ അബദ്ധം കാണിക്കാൻ തന്നെയാണ് തീരുമാനം. യെസ്, എടുക്കുക. നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. 144 260 ക്വാണ്ടിറ്റി എന്നാ പിടിച്ചു. ഇത് ഡേ ഹൈ റീടെസ്റ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 150 എങ്ങാനും വന്നാൽ ഓക്കെ. ഡൗൺ ആയാൽ ഇനിയും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇപ്പോൾ 1500 ലോസ് ഉണ്ട്. നോക്കാം. എക്സ്പെക്ടിങ് 20 പോയിൻറ്റ്സ്. $66 വരണം. കോസ്റ്റ് 144. ഇത് 146 ബ്രേക്ക് ചെയ്യണം ഹൈ ഇൻ നോ ടൈം. എന്നാൽ പിടിച്ചോ.
വരുന്നുണ്ട്. നമ്മൾ പേടിക്കാതെ നിൽക്കുക എന്നുള്ളതാണ്. റിസ്ക് എടുത്തിട്ട് തന്നെയാണ് നമുക്ക് പൈസ ഉണ്ടാക്കേണ്ടത്. അത് കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ല പ്രോഫിറ്റ്സ് നമുക്ക് ഉണ്ടാക്കി തരും. ഓൾറെഡി ഹൈ റീടെസ്റ്റ് ചെയ്യണം, പക്ഷേ അത് നമുക്കൊരിക്കലും സ്പോട്ട് റീടെസ്റ്റ് ചെയ്താൽ വെച്ചാലും ഓപ്ഷൻ റീടെസ്റ്റ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഓപ്ഷൻ റീടെസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ചലഞ്ച് തന്നെയാണ്. നമ്മളിപ്പോൾ 2 എൻട്രി നമ്മൾ എടുത്തു. 130 × 260 ക്വാണ്ടിറ്റി ഉണ്ട്. ഓരോ ദിവസവും നമുക്ക് ചലഞ്ചസ് ഇങ്ങനെ കൂടി വരികയാണ്. ഇത് ഡേ ഹൈ ബ്രേക്ക് ചെയ്യണം. ഒരു 20 പോയിൻറ്റ്സ് എങ്കിലും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ ഒരു പ്രീമിയം ഡീകേ സംഭവിക്കുകയാണെങ്കിൽ നമുക്കതൊരു വലിയ ചലഞ്ചായി മാറും. 143 കഷ്ടിച്ച് അത് 146 വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് 140 കൃത്യമായിട്ട് കാണിക്കുന്നില്ല. 142 3 ഗുഡ്. ഇത് പോരാ, പക്ഷേ 4 ഓക്കെ, ഓൾമോസ്റ്റ് കോസ്റ്റാണ്. ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തോട്ടെ എത്രയ്ക്കാണ് എടുത്തിട്ടുള്ളത്. വെരി ബിഗ് ട്രബിൾ. 141.75 നമ്മൾ എടുത്തിട്ടുള്ളത്. നോക്കാം. 146 ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് വരും. ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നെ ആയിരിക്കും അത്, അതിന് സംശയമില്ല. കാര്യം നമുക്ക് വേണ്ട ഒരു എൻട്രി നമുക്ക് കിട്ടിയിട്ടില്ല. സ്റ്റിൽ ഇൻ ട്രബിൾ. 9:30 ആവാൻ പോകുന്നു. 150 സംതിങ് വന്നാൽ പോലും സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. നോക്കാം. അതൊരു 20 പോയിൻ്റ് അങ്ങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ 2 ദിവസം എടുത്തതിനേക്കാളും കൂടുതൽ റിസ്ക്കാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കൂടുതൽ റിസ്കിൽ നമ്മുടെ പൊസിഷൻ കോസ്റ്റ് ആയതുകൊണ്ടായില്ല. ഇപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു. വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 45 പോരാ, 46 സ്ക്വയർ ഓഫ് ചെയ്തു. വെരി റിസ്ക്കിയാണത്. 179 ബുക്ക് ചെയ്തു, കുഴപ്പമില്ല. നെക്സ്റ്റ് എൻട്രി നമുക്ക് എടുക്കാം. നെക്സ്റ്റ് എൻട്രിക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഡേ ഹൈ റീടെസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു നേരത്തെ 146 വന്നു കഴിഞ്ഞാൽ റിസ്ക്കാണത്. ഇനി അത് ഫോളോ ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലേ ഇനി കാണില്ല നമ്മൾ. അത്രയും വലിയ ഫോളോ വരാൻ ചാൻസ് ഉണ്ട്. നോക്കാം എത്രത്തോളം അത് ശരിയാവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. മേ ബി അത് 146 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 23, 400, 420 ലെവലിലേക്കല്ല. പക്ഷേ ഇതിൽ നമ്മൾ ധൈര്യം കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. 146 ഒരു അറ്റംപ്റ്റും കൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അറൗണ്ട് 700 ഉണ്ടായിരുന്നു. ലിമിറ്റ് ഓർഡർ എടുത്ത് സ്ക്വയർ ഓഫ് ചെയ്തിരുന്നെങ്കിലും മതിയായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സമയം കിട്ടുമെന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. റീ എൻ്റർ ചെയ്യാം. ഇപ്പമല്ല, വെയിറ്റ് ചെയ്തതിന് ശേഷം റീ എൻ്റർ ചെയ്യാം. നമുക്ക് ആ ഒരു റിസ്ക് കുറയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഓൾറെഡി നമ്മൾ
260 ക്വാണ്ടിറ്റി എടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫുള്ള് ഫോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോട്ടാണെങ്കിൽ പോലും 10Kയുടെ അടുത്ത് ലോസ് അല്ലെങ്കിൽ റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 സെറ്റ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് 20K റിസ്ക് ഉണ്ട്. പ്ലസ് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ റിസ്ക് കൂടുതൽ. അപ്പോൾ അത്രമാത്രം റിസ്ക് ഉള്ളൊരു ട്രേഡ് ഏറ്റവും സേഫായിട്ട് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് 179 പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ കോസ്റ്റ് എക്സിറ്റ് ചെയ്തു എന്നുള്ളത് മാത്രം മതി നമുക്ക് ഈ ഒരു ട്രേഡ് റീ എൻട്രി ചെയ്യാൻ പറ്റുമോ നോക്കാം. ആസ് ഓഫ് നൗ നമ്മൾ എക്സിറ്റ് ചെയ്തു. ഓക്കെ, പക്ഷെ അത് നമ്മൾ എടുത്ത എൻട്രി എന്ന് പറയുന്നത് രണ്ടാമത്തെ എൻട്രി 135 അറൗണ്ട് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തത് 141 ആണെന്നാണ് തോന്നുന്നത്. ഇതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. 141.75 ആണ്. അപ്പോൾ അവിടെ ഒരു 5 പോയിൻറ്റ്സ് നമുക്ക് ഏർലി എടുക്കാൻ പറ്റുമായിരുന്നു. എനിഹൗ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് 23,450, ഹൈ വന്നിട്ടുള്ളത് 160.85 ആണ്. ഇവിടെ ഡേയ്സ് റേഞ്ച് കാണിക്കുന്നുണ്ട്, ഡേയ്സ് റേഞ്ച്. അപ്പോൾ 160 വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 144 തന്നെ എക്സിറ്റ് ചെയ്തു അറൗണ്ട് കോസ്റ്റിൽ. അപ്പോൾ അതിന് ശേഷം അത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ആവറേജ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു ലെവലുണ്ട്, 135 അറൗണ്ട് ലെവൽ. അത് ലോ വന്നിട്ടുള്ളത് ആ സമയത്ത് 130 ആണ്. അപ്പോൾ 130 വരികയാണെങ്കിൽ റീ എൻട്രി ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് 145 ലെവലിലാണ് നിൽക്കുന്നത്. നമ്മുടെ നേരത്തെ എൻട്രി പ്രൈസ് കൂടിയാണ് ഈ ഒരു ലെവൽ. ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് വെറുതെ എടുക്കണമെന്നില്ല. ഡൗൺ സൈഡ് വരുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 130 ആണ് എൻട്രി പ്രൈസ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന 130ലേക്ക് വരികയാണെങ്കിൽ 130-135 ലെവലിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ അത് ഏകദേശം 130ലേക്ക് വന്നിട്ടുണ്ട്. 120. ഓക്കെ, ഇനി നമുക്ക് ലെവൽ ബ്രേക്ക് ചെയ്തു. എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം. വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലെവലിൽ കൃത്യമായിട്ടൊരു ബൈയിങ് പ്രഷർ കാണുകയാണെങ്കിൽ മാത്രം എടുക്കുക എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യാം. ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 132 എടുത്തിട്ടുള്ളത്. എക്സ്പെക്ട് ചെയ്യുന്നത് 100
140 ലെവലാണ്. നോക്കട്ടെ. മേ ബി ഒരു 140 കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. നോക്കാം. 132.25 കിട്ടിയത്. ഓക്കെ, റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ റിവാർഡ്. കോസ്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. 140 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 140 അല്ലെങ്കിൽ 140, 150, അതൊരു 20 പോയിൻ്റ് വരെ വരാൻ ചാൻസ് ഉണ്ട്. ധൈര്യമായിട്ട് വയ്ക്കാം. എക്സിറ്റ് ചെയ്യുകയാണെങ്കിലും അതുപോലെ ഒരു 15 പോയിൻറ്റ്സ്, 20.7 വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും 140 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. അതൊന്ന് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉറപ്പിക്കാം. ഇപ്പോഴൊരു പോസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്താണെന്ന് അറിയില്ല. അങ്ങനൊരു ബൈൻ പ്രഷർ വരികയാണെങ്കിൽ ഓക്കെ. യെസ്, ഗുഡ്. 35. $40 വരണം. 37, 38. കമോൺ. വെയിറ്റ് ചെയ്യാം. $38. ഓക്കെ. $38 വന്നിട്ടുള്ളത്. നോക്കാം. ഇനിയും 40 വന്നിട്ടില്ല. എന്തായാലും 40 തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. 40 വന്നിട്ട് മതി ബാക്കിയുള്ള ഡിസിഷൻസ്. ഓൾമോസ്റ്റ് അത് റെസിസ്റ്റൻസിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യും. 145 ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് അതിൻ്റെ റെസിസ്റ്റൻസ്, പ്രോപ്പർ റെസിസ്റ്റൻസ് ലെവൽ. അതിന് മുമ്പ് വീണ്ടും 130 വരുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 140 തന്നെ ബുക്ക് ചെയ്യാനായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം ബ്രേക്ക് ചെയ്ത് ലോസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ലോസ് വരാൻ ചാൻസ് ഉണ്ട്. ബാക്ക് ടു 130 കോസ്റ്റിലേക്ക് എത്തിയത്. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. 140 ആണ് ടാർഗറ്റ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ടാർഗറ്റ് 140 അല്ലെങ്കിൽ 150 വരട്ടെ. 38 ആണ് വന്നിട്ടുള്ളത് ഇതുവരെ. നോക്കാം. ഇനിയിപ്പം
എന്തായാലും ഒരു കോസ്റ്റിനുണ്ട്. $145 വന്നാൽ പെർഫെക്റ്റ്. പക്ഷെ അതിന് മുമ്പ് ഡൗൺ ആയാലും റിസ്ക് ഉണ്ട്. ഡൗൺ ആവില്ലെന്ന് വിചാരിക്കാം. ടെസ്റ്റ് ആണെന്ന് തോന്നുന്നു. എഗെയിൻ 120 ലെവൽ 130 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നോക്കാം. 130 again റീടെസ്റ്റ്. ഓക്കെ, പ്രാവശ്യം 140 വരണം. 45 ബുക്ക് ചെയ്യാൻ പറ്റിയ ക്ലിയർ. 31 പോരാ. $40 വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 45 വന്നാൽ എന്തായാലും ബുക്ക് ചെയ്യും. ഇപ്പം 130 നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും 140 വന്ന് സ്ക്വയർ ഓഫ് 45 വന്ന് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. ഇപ്പം എന്തായാലും 145 ബുക്ക് ചെയ്യാം. 40 145 145. ബാക്ക് ടു കോസ്റ്റ് അഗെയിൻ. കമോൺ, 130 സപ്പോർട്ടാണ്. ഗുഡ്. വരിക തന്നെ വേണം, വേറൊരു ഓപ്ഷനും ഇതിനകത്തില്ല. നമ്മൾ അത്രയും കൃത്യമായിട്ട് അനലൈസ് ചെയ്തെടുത്തൊരു എൻട്രി ആണെങ്കിൽ അത് വരും. അതല്ലാതെ നമുക്ക് വല്ല മിസ്റ്റേക്സും വന്നിട്ടുണ്ടെങ്കിൽ അത് വരില്ല. നോക്കാം. ഇപ്പം എന്തായാലും ഒരുപാട് സമയമായി. നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ ഒരു 10 മിനിറ്റായി. ഓൾറെഡി നേരത്തെ വീഡിയോയിൽ നമ്മളൊരു 20 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇതെന്തായാലും ബുക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാനാണ് തോന്നുന്നത് ഈ വീഡിയോ. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും. 40 45 ഈ 2 ലെവലാണ് നമുക്കുള്ളത്. നമ്മൾ ഫെയിലായെങ്കിൽ 20 പോയിൻറ്റ്സാണ് ലോസ് വരുന്നത്. അഗെയിൻ 30 ലെവൽ ബ്രേക്ക് ചെയ്യാനോ സപ്പോർട്ട് എടുക്കാനോ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 140 ആണ് ഞാൻ ടാർഗറ്റായിട്ട് കാണുന്നത്. പക്ഷേ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 10-20 പോയിൻറ്റ്സ് ഉറപ്പായിട്ട് പോകും. കമോൺ, 15 പോയിൻറ്റ്സ് ആണ് വേണ്ടത്. 145 വന്നു കഴിഞ്ഞാൽ ബുക്ക്. പക്ഷെ അതിന് ഇനി ഒരുപാട് പോകാനുണ്ട്. സമയം ഇനിയും എടുക്കുമെന്നാണ് തോന്നുന്നത്. നമുക്ക്
നമുക്ക് ഈ ഒരു വീഡിയോ തൽക്കാലം പോസ് ചെയ്യാം. ഓക്കെ, അതൊരുവിധം 145 വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും 138-39 ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു ബുക്കിംഗ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ 145 ടാർഗറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിപ്പം ബുക്ക് ചെയ്യുന്നില്ല. ബുക്ക് ചെയ്യണം, പക്ഷേ ആ ഒരു റിസ്ക് എന്തായാലും എടുക്കാം. 45 ആണ് പെർഫെക്റ്റ്. 40 ഓക്കെ, 45 ആണ്. 41 വന്നിട്ടുണ്ട്. $41, $42. കമോൺ. $43, $44. കമോൺ. $44. $45. യെസ്, ബുക്ക് ചെയ്തു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ആ ഒരു അനാലിസിസ് കൃത്യമാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടൂ. 43.25 ബുക്കായി. സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്യാൻ നോക്കിയെങ്കിലും അതൊരു മിസ്റ്റേക്ക് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 1.5K അറൗണ്ട് 11 പോയിൻറ്റ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 11-12 പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1.6K ആണ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഡേ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവൽ കൃത്യമായിട്ട് വന്നു. അവിടെ നിന്നും ഒരു ബൈയിങ് പ്രഷറാണ് വന്നിട്ടുള്ളത്. 145 ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അത് നേരത്തെ നമുക്ക് രാവിലത്തെ ട്രേഡിലും ഉണ്ടായ ഒരു റെസിസ്റ്റൻസാണ് 145 ലെവൽ. അപ്പോൾ എന്തായാലും ആ ഒരു ലെവലിൽ നിന്ന് ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ പുൾ ബാക്ക് വന്ന് ഈ ഒരു സപ്പോർട്ട് ലെവൽ, ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള സപ്പോർട്ട് ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും നല്ലൊരു ട്രേഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് 5 മിനിറ്റ്സ് ചാർട്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ കാണാം.